അത് അതിൽ ഒരിക്കലും നിന്നെ നീ നെഗറ്റീവ് ആണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇത് നീ ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായി? അതെനിക്ക് പറയാനോ അല്ല രേണു, ഇപ്പൊ ആ ഒരു ഇത് കണ്ടതിന് ശേഷം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് കമന്റ് പറഞ്ഞിട്ട് കാണുന്നവന്റെ കണ്ണിലെ പുരുവാണ് എന്നൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടാമത് ഞാൻ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തത്. അതിന് എനിക്ക് യാതൊരു കുറ്റബോധം ബാലാട്ടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷയമില്ല. മീഡിയ സിറ്റേക്കുള്ളത്, പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. അത് ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? സജീന ഓന്തുപോലും ഇതുപോലെ നിറം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 4 ദിവസം മുമ്പ് രേണുസുതിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് രേണുസുതി കാണിക്കുന്ന പല കാര്യങ്ങളും നാട്ടിലെ പിള്ളേർക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, സോഷ്യൽ മീഡിയ പോലുള്ള യൂട്യൂബുകളിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്ന സജീന നീ തന്നെ രേണുസുതിയെ വിളിച്ചുകൊണ്ട് കൂടെ വന്നിരുത്തി നാട്ടുകാർക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് കുറെ അപരാധ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു. അതിന് തക്കതായ മറുപടി രേണു കൊടുക്കുന്നു. തക്കതായ മറുപടി എന്ന് പറയത്തില്ല, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്, അത് രേണുസുതിയുടെ ഒരു പഴമൊഴിയായിട്ട് വേണേൽ കൂട്ടാം. അതേ രീതിയിലുള്ള മറുപടി കൊടുക്കുന്നു. നാണമുണ്ടോ ഹേ എന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഓന്തിനെക്കാട്ടിലും അതിഗംഭീരമായിട്ട് നിറം മാറുന്ന സജീനയും പോയ വഴിയെ അടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അടിച്ച വഴിയെ പോകുക എന്ന് പറയത്തില്ലോ, ആ രീതിയിൽ പോകുന്ന രേണുസുതിയും വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പോസ് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവരുടെ വീഡിയോ തന്നെ തുടങ്ങാം നമുക്ക്. താമസിച്ചതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അത് അതിൽ ഒരിക്കലും നിന്നെ നീ നെഗറ്റീവ് ആണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇത് നീ ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായ? അയ്യോ, വീഡിയോ കാണുന്ന ആരും രേണു നെഗറ്റീവ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ രേണു ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. രേണു ഇട്ട് കൊടുക്കുന്നതിനല്ലേ ആൾക്കാർ നെഗറ്റീവ് എന്ന് പറയുന്നത്, അല്ലാതെ രേണു ഇടാത്തതിന് ആരെങ്കിലും നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ അലൻ ജോസ് പെരേരയുടെ വീഡിയോ, കാരണം ഇവളുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അലൻ ജോസ് പെരേരയെ പറ്റത്തുള്ളൂ, അതിന് മേളിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ അലൻ ജോസ് പെരേരയുടെ ഒരു വീഡിയോയുടെ താഴെ ചെന്നിട്ട് രേണുസുതി നീ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് ആരെങ്കിലും കമന്റ് ചെയ്യോ? ഇല്ല. അപ്പൊ രേണുസുതിയുടെ വീഡിയോയുടെ താഴെ വന്നല്ലേ കമന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം രേണുസുതി ഇട്ട് കൊടുക്കുന്നതിനെ കുറിച്ചല്ലേ ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് മെഴുകി ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഹേ, നമ്മൾ ആ സംസാരിക്കുന്ന കൂട്ടി അക്ഷയ കണ്ടന്റ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ആൽബം ചെയ്തത്. അപ്പൊ അവരെ കണ്ടന്റ് ആയ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ബ്ലോഗർമാര് പറയുന്നത് ഇത് തന്നെയാണ്, രേണു ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇപ്പൊ ആദ്യം പറഞ്ഞ് ഒരു മുസ്ലിമിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, അത് ചുമ്മാതാണെന്ന് പറയുന്നത്. ചുമ്മാ അല്ലെന്ന് നമുക്കറിയാലോ. അയ്യോ, ചമ്മി ഇരിക്കുന്ന സജീനെ എനിക്ക് കാണാനായിട്ട് തരുന്നു. അവര് മുസ്ലിമിനെയോ മറ്റേ ആരെങ്കിലൊക്കെ കല്യാണം കഴിക്കോട്ടെ, നമുക്കെന്താ വേണം? നിങ്ങൾ കെട്ടുമ്പോഴത്തേന് പേരിൻ്റെ അറ്റത്ത് വാലങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് പോയി കെട്ടിയാൽ മതി. പിന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ് തുക കിട്ടിയതിന് ശേഷം മാത്രമേ ഭർത്താവാകുമ്പോൾ നാളെ പുറത്ത് കാണിക്കത്തുള്ളൂ എന്നൊക്കെ ചെറിയൊരു കരകമ്പി നടക്കുന്നുണ്ട്. നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം രേണുസുതിക്ക് അങ്ങനെ പൈസയ്ക്ക് ആക്രാന്തമുള്ള ഒരാളല്ല എന്നാണ് രേണുസുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടറിയാം. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് നെഗറ്റീവ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഉണ്ട്. അയ്യോ, അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം രേണുസുതി കാണിക്കുന്ന എല്ലാം നെഗറ്റീവ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല രേണുസുതി. അത് ആദ്യം മനസ്സിലാക്കുക സജീന. ഇതിനെക്കാട്ടി കൂടുതൽ നല്ല കാര്യമല്ലേ, എല്ലാവരും പോസിറ്റീവ് ആഗ്രഹിക്കുന്ന ആളാണ്. അവർക്ക് കുറച്ച് സജഷൻ ഉണ്ട് നിന്റെ അടുത്ത് പറയാം. അതല്ലാതെ നിന്റെ അടുത്ത് ആജ്ഞാപിക്കുകയല്ല, അവര് സജഷൻ. നിങ്ങൾ ഒന്നും കേൾക്കേണ്ട കാര്യമില്ല, എഴുന്നേറ്റൊക്കെ പോകണം. സജീനയുടെ ജപിക്കലിന് 2 അടിയും കൊടുത്തിട്ട് നീ എന്തിനാണ് എന്നെ വിളിച്ചെടുത്തെന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റൊക്കെ പോകണം. അതായത് ഇവര് സ്നേഹിക്കുന്നവർ പറയുന്ന അവരുടെ ഒപ്പീനിയൻ സ്വീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, ഇഷ്ടമല്ലാത്തവർ പറയുന്ന വിമർശനങ്ങൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെണ്ടക്കുരുവാ. മാസ് സിനിമയിൽ മാത്രം കണ്ടുവരുന്ന അതേ തരം ഒരു പ്രത്യേക തരം മാസാണ് രേണുസുതിന്റെ ഉണ്ണാക്കിൽ നിന്ന് നാക്കിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പൊ വേറൊരാള് നിന്നെ നെഗറ്റീവ് പറയുമ്പോ നീ നിന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ട അവരാദ്യം അവര് കഴിച്ചുകൊണ്ട് നീ വലിയ സപ്പോർട്ട് ആയിരുന്നില്ല. ഇപ്പൊ എന്ത് പറ്റി? കാര്യമാണ്. ഞാൻ അക്ഷയുടെ ചെവിയിൽ ഇനി ചിലപ്പോൾ പറയാണ്ട് പറയും. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പിടിച്ചു നോക്കുന്നത്? എനിക്കറിയത്തില്ല. ഇത്രയും നെഗറ്റീവ് ഇങ്ങനെ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാവേ. നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പിടിച്ചു തൂങ്ങുന്നതെന്ന് പറഞ്ഞതുകൊണ്ടേ ആ ഒരു ക്ലിപ്പ് കൂടെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇതിനകത്ത് എത്രത്തോളം ഒരു നല്ല ചിന്തയോടുകൂടിയാണ് ഇവൾ പല വീഡിയോസിനും മുന്നിൽ നിന്ന് കൊടുക്കുന്നുള്ള ഒരു കാര്യം.
അത് സത്യം. രേണുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഇതുപോലെ തന്തയില്ലായ്മ ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമായിട്ട് പറയാനും അത് പ്രദർശിപ്പിക്കാനും അത് സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയൊരു മുന്നേറ്റമായിട്ട് അവർക്ക് മുന്നിലെടുത്ത് കാണിക്കാൻ പറ്റുന്ന സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട്, എന്തായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്, വിധവകളുടെ പ്രതിനിധിയായിട്ട് ബിഗ് ബോസിലേക്ക് വന്നു. വിധവകളുണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മാവും കമ്പ് വെട്ടി അടിയോടടി, ഒരടിയിലൊന്നും ഒതുക്കത്തില്ല, അതിൽ കൂടുതൽ അടികളിലൂടെ കൈ അങ്ങാണം കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് മുഖം അങ്ങനെ റോഡിൽ ഉരച്ചു കളയും. എമ്മാതിരി പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി നോക്കാം. ഈ ഒരു ഷോർട്ട് ഈ ഒരു ആൽബത്തിലാണ് ഇത്ര അഭിനയമല്ല പറയുന്നത്. ഇപ്പൊ ഇതിനകത്തുള്ള ഈ പിന്നെ ആ അഭിനയം കഴിഞ്ഞ സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷമുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇഷ്ടമല്ലേ അത് അവരോടാ? എന്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യട്ടെ, നിങ്ങൾക്ക് അവരോടൊന്നും പറയണ്ട, അങ്ങ് സ്വന്തമായിട്ടങ്ങ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അത് കേൾക്കേണ്ട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം സജീനയ്ക്ക് നിന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്, അല്ലാതെ നാട്ടുകാരുടെ ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടൊന്ന് ചോദിക്കുന്നതൊന്നും അല്ല. സജീനയ്ക്ക് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതി പല കാര്യങ്ങളും ചോദിക്കാനുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പുള്ള 2 വീഡിയോ സജീനയുടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം രേണുസുധിയെ എത്രത്തോളം സജീനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം. ആ വീഡിയോയുടെ 2 ക്ലിപ്പും കൂടെ ഞാൻ അതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സജീനെ കാണുന്നത് മൊത്തം ഒന്ന് കണ്ടേക്കണേ. ഓന്തിനേക്കാട്ടിലും അതിഗംഭീരമായി നിറം മാറുന്ന സജീന എങ്ങനെയാണെന്നും ഒഴുക്കിനത്തെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രേണുസുധി എങ്ങനെ പോകുന്നു, ഇവർ രണ്ടുപേരുടെ ചേർത്ത് വെച്ച് നമുക്കൊരു സിനിമ ഇറക്കാം. ഒരു 4-5 എപ്പിസോഡ് എന്തായാലും ഓടിയിരിക്കും. കാണാൻ ആളില്ലെങ്കിലും സിനിമ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ, ഇവരെടുക്കുന്ന ഷോർട്ട് ഫിലിം പോലെ തന്നെ. അത്രേ ഉള്ളൂ. വീട്ടുകാരുടെ കാര്യം നോക്ക്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാലത്തൊക്കെ നിങ്ങളും ജീവിക്കും. നിങ്ങൾ എന്തിനാ എന്റെ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ എല്ലാരും ചോദിച്ചു സജീന എന്തുകൊണ്ട് ഇതിന് പ്രതികരിച്ചില്ല സംസാരിക്കാം. കാരണം നീ ഇപ്പൊ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെ വോയിസ് ഇട്ടോ ഒരു കാര്യമില്ല. കാരണം സജീന ആറ്റിയാൽ പൊങ്കാലായോണ്ടാ പ്രതികരിക്കാതിരുന്നത്. എനിക്ക് വന്ന കമന്റുകളെല്ലാം ഞാൻ രേണു ഇന്നലെ കാണിച്ചു, കാണിച്ച് ഞാനത് കേൾപ്പിച്ചും ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു രേണു ഇവർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ആ ഒരു ഉത്തരം രേണു പറയേണ്ടത് ഞാനല്ല. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ ഉള്ളൂ. അയ്യോ സപ്പോർട്ട് നല്ല സൂപ്പർ സപ്പോർട്ട്. എന്നാലും ഇത്ര ചേച്ചി ഇത്ര എന്തായാലും കിടന്ന് മെഴുകുന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ. സപ്പോർട്ട് ചെയ്ത ഓരോ 2 ക്ലിപ്പ് ഞാനത് കാണിച്ചത്. എന്നിട്ട് നമുക്ക് ചേച്ചിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്നേ ഒന്ന് കണ്ടുവരാവേ. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 3 നായകന്മാരെ വെച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടുള്ള ആദ്യം ലച്ചു എന്ന് പറയുന്നത് അവളുടെ തന്നെ ഇനി ഏത് കോപ്പിലെ ഡയറക്ടറാണ്? എനിക്ക് അത് മാത്രമാണ് അവിടെ ചോദിക്കാനുള്ളത്. ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് ഇന്ററൽ ആയിട്ടുള്ള രേണുസുധി അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറായിട്ടുള്ള RJ ലച്ചുവിനെ കുറിച്ചാണ് പറയുന്നത്. ലച്ചു, നീ രേണുസുധിയെ വെച്ച് ഏത് തരത്തിലുള്ള സിനിമയാണ് എടുത്തിരിക്കുന്നുള്ളൊരു കാര്യം യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിനകത്തുള്ള അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾ അഭിനയിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് സജീന പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ടുവരിക. പിടിച്ച ഒരു പണിയല്ല. അന്തസ്സായിട്ടും മാന്യമായിട്ടും ഷോർട്ട് ഫിലിം ഡയറക്റ്റും ചെയ്ത് പ്രൊഡ്യൂസും ചെയ്ത് നല്ല കാസ്റ്റിംഗും ചെയ്ത് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെട്ടവൾ തന്നെയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. ജിത്തു ജോസഫിന് ശേഷം മലയാളത്തിൽ നിന്ന് 2ാമത്, ഗീതു മോഹൻദാസ് ഇറക്കാൻ പോകുന്ന സിനിമയ്ക്ക് ശേഷം 2ാമത്തെ സംവിധായികയായിട്ടുള്ളത് സജീന, രേണുസുധിയുടെ സജീന കേട്ടാ. RJ ലച്ചു, നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് നല്ല ഏപ്പടം പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. അത് രേണുസുധിയെ അഭിനയിപ്പിച്ച് പല സീനുകൾ പുറത്ത് കണ്ടപ്പോഴത്തേക്കിന് തെളിഞ്ഞു എന്നാണ് ഈ പെണ്ണിന്റെ അഭിപ്രായം വന്നിരിക്കുന്നത്. സ്വന്തം കൂട്ടുകാരി അഭിനയിച്ച ഒരു സിനിമയെയും സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാ പോട്ട ഒരു സിനിമയെയും ആ സിനിമയുടെ സംവിധായികയും നിനക്ക് നല്ല രീതിയിൽ ഒരു ഏപ്പട്ടം പിടിക്കാനുള്ള കാലിബർ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കെ. ദാസേട്ടൻ കോഴിക്കോട് ഏപ്പടത്തിന്റെ നായിക രേണുസുധി, ഏപ്പടത്തിന്റെ നായിക ലച്ചു, ഏപ്പടത്തിന്റെ സംവിധായിക. ഇതാരും നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല. ഇവരുടെ ഉറ്റ തോഴിയും ഉറ്റ സുഹൃത്തുമായ എന്തിനും എവിടെയും പ്രതികരിക്കുന്ന വീടിൻ്റെ മുന്നിൽ ഡോബർമാൻ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന സ്വന്തം കൂട്ടുകാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടുതലൊന്നും കേൾക്കാനുള്ള ത്രാണി അടിയനില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രേണുസുധിയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു വിമർശനത്തെക്കുറിച്ചും ഈ ഒരു സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്ന RJ ലച്ചുവിന് പറയാനുള്ളൊരു കാര്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതിലാണ് രേണുസുധിയുടെ കഴിവ് ഏറിയത്, അതായത് കഴിവേറിത്തരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ്, മീഡിയ സെറ്റിലേക്ക്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. അല്ലാതെ ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? ഏടാ വീര, എന്നിട്ട് നിന്നോടൊക്കെ വന്നിട്ട് ഈ സീനുകളെ കുറിച്ചും ഇന്റിമേസി സീനുകളെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേന് രേണുസുധിയും ദാസേട്ടൻ കൈക്കാടും വന്നിട്ട് കിടന്ന് മെഴുകുന്ന എന്തൊക്കെയാ. സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പല സീനുകളും എടുക്കേണ്ടി വരും. അത് ഞങ്ങളുടെ കുടുംബത്തിനറിയാം, ഞങ്ങളുടെ ആൾക്കാർക്കറിയാം, ഞങ്ങളുടെ നാട്ടുകാർക്കറിയാം, ഞങ്ങളുടെ പഞ്ചായത്തിലറിയാം. ഞങ്ങൾ ഗസറ്റിൽ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് കടന്ന് എന്തൊക്കെ വായ്ത്താളങ്ങളെ വിടുന്നത്. ആ സിനിമ സംവിധാനം ചെയ്ത കൊച്ചു പറയുന്നത് അതിനകത്ത് 2 സീൻ മാത്രമേ ഉള്ളൂ നമ്മുടേത്. ബാക്കിയെല്ലാം ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണെന്നുള്ളൊരു കാര്യം.
അപ്പൊ പിന്നെ സജീനെ പറഞ്ഞതിനകത്തെ നിങ്ങൾ തന്നെ തീരുമാനിക്കും പടത്തിലോട്ട് പോകണോ യൂട്യൂബിൽ നിൽക്കണോ എന്നുള്ളൊരു കാര്യം. എനിക്കിപ്പോ ഞാൻ വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പോയ സമയത്താണ് ആ വീഡിയോ എടുത്തത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനപ്പോ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. അതിലെന്തോ ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത്. നിങ്ങൾ ആൽബത്തിൽ അങ്ങനെ ഉണ്ടോ? 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. സെക്സ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പെണ്ണിന്റെ വിചാരത്തിൽ പറ്റ സെക്സ് എന്ന് പറയുന്നത് 4 മുറിക്കകത്തുള്ള കഥ വളർത്തിട്ട് ചെയ്യുന്ന പരിപാടി മാത്രമാണെന്ന് സെക്സ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും പേര് നിൽക്കുന്നതിന്റെ മുന്നിൽ അങ്ങനെയൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു? നിങ്ങളൊക്കെ കണ്ണടച്ചിരുന്നോ, കണ്ണ് കെട്ടിയിരുന്നോ, തിരിഞ്ഞു നിന്നോ? എങ്ങനെ അതും കൂടെ വ്യക്തമാക്കി തരണേ. ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കുകയും ശരിക്കും റീലായിരുന്നു അത്. വീഡിയോ വിഷ്വൽ പ്രൊമോഷൻ റീലായിരുന്നു പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്. അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എന്റെ ഇഷ്ടപ്രകാരം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഇഷ്ടപ്രകാരമല്ല, അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം എടുത്തിട്ടുള്ള സീനുകൾ മാത്രമാണ് അതെന്നുള്ളതൊരു കാര്യം. അതിനകത്ത് വ്യക്തത ഉണ്ടല്ലോ. അപ്പം ആ വന്ന റീലുകളും അതുപോലുള്ള സീനുകളും ഒന്നും സിനിമയുടെ ഭാഗമല്ല. പക്ഷേ ഇവർ കിടന്ന് നമ്മുടെ മുന്നിൽ മെഴുകുന്നത് ഇതെല്ലാം സിനിമയുടെ ഭാഗമാണെന്നുള്ളൊരു കാര്യം. എന്തായാലും കൊള്ളാം. പഞ്ചായത്ത് നല്ലോണം പുരോഗമിക്കുന്നുണ്ട് 2026 ആയപ്പോൾ എന്നൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടാമത് ഞാൻ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തത്. അതിന് എനിക്ക് യാതൊരു കുറ്റബോധം ആ ബാലാട്ടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷയമില്ല. പിന്നെ രേണുസുതി മുന്നോട്ടും ഇതേ രീതിയിൽ തന്നെയാണ് അവിടെ പോക്ക്. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നെഗറ്റീവ് റീച്ചിന് വേണ്ടി ഇതേ കണക്കാണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ഒരു ദാക്ഷിണ്യം ഇല്ല, ഒരു ഇതുമില്ല. അതോടുകൂടി ഈ ഒരു വിഷയം, ഈ ഒരു കണ്ടന്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക തന്നെ ചെയ്യുന്നത്. പിന്നെ ദേവ് പറഞ്ഞല്ലോ, ആദ്യം ഇട്ട പോസ്റ്റ് എഡിറ്റ് ചെയ്ത് എന്ത് രേണുസുതി ഭീഷണിപ്പെടുത്തുമോ, അതല്ലെങ്കിൽ എനിക്ക് പൈസ തന്നോളൂ. നിങ്ങൾ വീഡിയോ ചെയ്യുന്നതും നിങ്ങളൊരു റിയാക്ഷൻ ചെയ്യുന്നതും ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കും, അതായത് നിങ്ങൾക്ക് നടക്കുന്ന സംഭവങ്ങളാണ് ദേവ പറഞ്ഞത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അങ്ങനെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സ്മാരും പിന്നെ ഓരോരുത്തർക്ക് വേണ്ടി വീഡിയോ ഇടുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും തുറന്നു പറയുന്നത്, രേണുസുതി കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഈ വീഡിയോ, എനിക്കൊരു ഉണ്ടയും കിട്ടുന്നില്ല. സത്യസന്ധമായ കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സജീനയ്ക്ക് ഒരു ഉണ്ടയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്. ഇതുമായിട്ട് രേണുസുതിക്ക് തന്തയ്ക്കുകളെയും തള്ളയ്ക്കുകളെയും ഒരു കേസുമല്ല, അതൊരു മാങ്ങാത്തലി പോലും ഇതുപോലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം രേണുവിന് നല്ല കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ജനങ്ങളും വരുന്നില്ല. അതുകൊണ്ട് ഈ ചാനലിൽ വലുതായിട്ട് പ്രൊമോഷനും ഇല്ല, ഡൗൺ ആയി കിടക്കും. അതുകൊണ്ട് ഒരു തേങ്ങ കിട്ടുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യം. എനിക്ക് പോലെ നെഗറ്റീവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് ഒരു കേസ് വരെ നിലവിലായി. അതിലല്ലാതെ അത്രയും അല്ലാതെ എനിക്ക് രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, ഒരു വകയും കിട്ടുന്നില്ല. അത് ദയവ് ആദ്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഒരവസരം നമ്മൾ ആർക്കും കൊടുക്കാം. ആ ഒരു അവസരം കഴിഞ്ഞ് ഇത് തന്നെയാണ് രേണുസുതിയുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ താനും ജീവനോടുണ്ട്, ഞാനും ജീവനോടുണ്ടെങ്കിൽ താൻ അന്നേരം കണ്ടോ സജീനയുടെ പ്രതികരണം എങ്ങനെയാണെന്ന്. അത് ദൈവം സഹായിച്ച് എല്ലാവരും ജീവനോടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും 3-4 ദിവസത്തിന് ശേഷം തന്നെ ഈ പറഞ്ഞ സജീനയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് വാലാട്ടിയാണോ വാലാട്ടാതെയാണോ നിൽക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് 5 ദിവസം കഴിഞ്ഞപ്പോൾ അന്വർത്ഥമായിട്ടുണ്ട്. കൺഫേം ചെയ്ത് ഞാൻ പറയാം, 916 വാലാട്ടി തന്നെയാണ് നിൽക്കുന്നത്. അതൊന്നും കൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. തെറ്റിദ്ധരിച്ചെടുക്കാനുള്ള നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ കണ്ണിന്റെ തോന്നല് അതെനിക്ക് പറയാം. അല്ല രേണു, ഇപ്പൊ ആ ഒരു ഇത് കണ്ടതിന് ശേഷം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് കമന്റ് പറഞ്ഞിട്ട് കാണുന്നവന്റെ കണ്ണിലെ കുരുവാണ്. ഓ, അതായത് ഈ നെഗറ്റീവ് പറഞ്ഞ സജീനയുടെ കണ്ണിലും കാണുന്ന കണ്ണിലെ കുരുവാന്ന് പറയുന്നത്. ആദ്യം കാണിച്ച ക്ലിപ്പിനകത്ത് ഇതുപോലുള്ള വീഡിയോസിലൊന്നും നിനക്ക് നെഗറ്റീവ് ഇല്ലെന്ന് പറയുന്നത്. അതേ വീഡിയോയിൽ തന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഓന്ത് പോലും ഇതുപോലെ നിറം മാറത്തില്ല, ഓന്തിനെ കൊണ്ടുപോലും കഴിയത്തില്ല. പ്രകൃതി കൊടുത്തിട്ടുള്ള ഒരു വരദാനം എന്ന രീതിയിൽ ഓന്തിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് സജീനയുടെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്, കളറ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ മാറുന്നുണ്ടോ എന്തോ. നല്ല സൗന്ദര്യമാണ്. അല്ലെങ്കിൽ ബ്ലോഗർമാരുണ്ട്, ബ്ലോഗർമാരല്ല ഞാൻ അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. എനിക്ക് ഞങ്ങളുടെ ബ്ലോഗർമാരുടെ ഇഷ്ടം എന്തോന്ന് പറയാം. രേണുസുതി രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, ബാത്റൂമിൽ പോവുക, കുളിക്കുക, ജോലിക്ക് പോവുക, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുക, വൈകിട്ട് ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക. ഇതാണ് ബ്ലോഗർമാരുടെ ഇഷ്ടം. നാളെ മുതൽ ബ്ലോഗർമാർ പറയുന്ന കണക്കെ കാണുന്ന ജീവിച്ച കുളിക്കുന്ന 7 അയലത്ത് സോപ്പൊട്ടിയുടെ അടുത്ത് പോലും കൈ പോകരുത്. പല്ല് തേക്കാനായിട്ട് എന്ന് പോലും പറയാനായിട്ട് ബ്രഷ് കൊണ്ട് കൈ കൊണ്ട് പോലും തൊട്ടു പോരുത്. കാരണം ബ്ലോഗർമാർ പറയുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ബ്ലോഗർമാർ കൂട്ടമായിട്ടെടുത്തുള്ള തീരുമാനം ബ്ലോഗർമാരുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നു.
ബ്ലോഗർമാർ ഇഷ്ടപ്പെടുന്ന രേണുസുതി കുളിച്ച് നല്ല രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും അംഗീകരിക്കില്ല കേട്ടോ, ഒരിക്കലും അംഗീകരിക്കില്ല. ആർക്കും അത് കാണുക വേണ്ട. കുളിക്കാതെ നനയ്ക്കാതെ ഇപ്പം എങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെ നടന്നോണം. സപ്പോർട്ട് കുറെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ആണ്, അത് സപ്പോർട്ടാണ്. എനിക്ക് മാസം കൊണ്ട് ഇവരാരും കൊണ്ട് പൈസ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ അവർ പറയുന്നത് അവർ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കുന്ന കാര്യം എനിക്കില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി പറയുന്നത് പിന്നെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എന്താ ചേച്ചി ബ്ലോഗർ അല്ലേ? ചേച്ചി പറയുന്ന അന്വേഷിക്കണം പറയാനായിട്ട് ഞാൻ ചേച്ചിയോട് ഇപ്പൊ പറയാം. ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രമിക്കുന്നു. എല്ലാരും ഇപ്പൊ പറയുന്നത് ശ്രീതു ഒരു ഇതിട്ട് അതോളം സ്റ്റാൻഡ് നിലപാട് ശ്രീതു എന്റെ സത്യം പറയട്ടെ, ശ്രീതു എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. ചേച്ചി എന്റെ ഫ്രണ്ടാണ്. ചേച്ചി ശ്രീതു എന്റെ ഫ്രണ്ടല്ല. ഞാൻ ആദ്യമായിട്ട് ശ്രീതുവിനെ കാണുന്നത്. അത്രയുള്ള രേണുസുതി ഇത് തന്നെ ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ നിന്നവരെല്ലാം അവസാനം കുണ്ടിക്കടിച്ചു വിടുന്ന പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുസുതിയും വ്യക്തമായിട്ട് എങ്ങനെങ്കിലുമൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊലച്ച് പോകണമെന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അത് നെഗറ്റിവിറ്റി മാത്രം സൃഷ്ടിച്ചുകൊണ്ട്. എന്നാൽ രേണുസുതിക്ക് പോകാനായിട്ട് കഴിയും. ഇതുപോലെ മണ്ടകടത്തിലുള്ള ഒരുപാട് സംവിധായകരും കൂടെ അഭിനയിക്കാനായിട്ട് രേണുസുതിയുടെ മുന്നിൽ ക്യാമറ വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തല കാണിക്കാനായിട്ട് കുറേ വാണങ്ങൾ വന്ന് നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു ഫ്ലോ ഇതുപോലെ തന്നെ കാണും. ഇനിയിപ്പോൾ അമേരിക്കയിലെങ്ങനെ എന്തെങ്കിലും യുദ്ധങ്ങൾ വല്ലതും പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമേ യൂട്യൂബിൽ ചെറിയൊരു ഡിമ്പും തകർച്ചയും വരത്തുള്ളൂ. അതുവരെ രേണുസുതി ഹൈപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ടി ഇതിങ്ങനെ തന്നെ പോകും. എന്തായാലും നാട്ടുകാർക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം 4-3 ദിവസം മുമ്പ് വരെ രേണുസുതിയുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം വന്നിട്ട് ഇതെല്ലാം ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതിയുടെ മുന്നിലിരുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ കാണിച്ച ആ ഒരു മനസ്സും ധൈര്യം ഉണ്ടല്ലോ, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം രേണുസുതിയെ വെള്ളയടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിത്രീകരിച്ചൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും രേണുസുതിക്ക് ഇത് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി എന്തായാലും ഈ ഒരു വീഡിയോയിൽ കൂടെ സജീനയ്ക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ഇത് നിന്റെ വിജയമാണ്, അല്ലെങ്കിൽ ഇത് കാണുന്ന ജനങ്ങളുടെ വിജയമാണ്, ബ്ലോഗർമാരുടെ വിജയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.